എന്താണ് ഒരു സ്ക്വയർ ഫീറ്റ്? അല്ലെങ്കിൽ എന്താണ് ഒരു സ്ക്വയർ മീറ്റർ? അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സെന്റ് സ്ഥലത്തിന് എത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലം ഉണ്ടാവും എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോ വഴി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സെന്റ് എന്ന് പറയുന്നത് എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് അറിയുന്നതിലൂടെ നമുക്ക് വീട് വെക്കുമ്പോൾ എത്ര സെന്റ് സ്ഥലം മേടിക്കണം, വീട് പണിയായി ബന്ധപ്പെട്ട് പലപ്പോഴായി നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് സ്ക്വയർ ഫീറ്റ്. ഇതുപോലെ തന്നെ പല മെറ്റീരിയലുകളും വീട് പണിക്കായിട്ട് നമ്മൾ മേടിക്കുമ്പോഴും ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടൈൽ എടുക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ, അതുപോലെ മേസ്തിരി ആണെങ്കിലോ കോൺട്രാക്ടേഴ്സ് ആണെങ്കിലോ ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്നൊരു രീതിയിലായിരിക്കും അവരുടെ സർവീസ് ചാർജ് ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും പറയുന്ന ഒരു കണക്ക്. സ്ക്വയർ ഫീറ്റ് അളക്കാൻ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്കിത് അറിയില്ല എന്നുള്ളതാണ് സത്യം. ഒരു കോൺട്രാക്ടറോ അല്ലെങ്കിൽ ഒരു മേസ്തിരിയോ പറയുന്ന കണക്ക് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതിൽ പലപ്പോഴും നമ്മൾ ചതിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് വീടിന് പുറത്ത് ഒരു ചെറിയൊരു റൂം പണിയാനോ അല്ലെങ്കിൽ ഒരു ടെറസിന് റൂഫ് ചെയ്യാനോ കുറച്ച് ഏരിയ നമുക്ക് ടൈല് പണി ചെയ്യണം, അല്ലെങ്കിൽ ഒരു ടൈലിടണം, അങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ ഈ സ്ക്വയർ ഫീറ്റിന് കണക്ക് നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ചിലപ്പം നമ്മൾ ഉദ്ദേശിച്ച ക്യാഷിൽ നിന്ന് കൂടുതലാകാനും അത് നമുക്ക് ബഡ്ജറ്റിന് ഒരു പ്രതിസന്ധി ഉണ്ടാക്കാനും ആ പണി ചിലപ്പോൾ നിന്ന് പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. നമുക്കൊരു സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ കണക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന്റെ കണക്ക് നമുക്ക് അറിയുന്നിടത്തോളം കാലം അതിന് എത്ര കോസ്റ്റ് വരുന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കണക്കുണ്ടാവും. സ്ക്വയർ ഫീറ്റ് അളക്കാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മെഷർമെന്റ് ടേപ്പുകളെയാണ്. സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പം ഒരു ഫീറ്റ് കണക്കാണല്ലോ. ആ ഫീറ്റ് കൃത്യമായിട്ട് നമ്മുടെ മെഷർമെന്റ് ടേപ്പിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. റെഡ് മാർക്കിൽ 1, 2, 3 അങ്ങനെ എത്ര ഫീറ്റ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. അത് ഉപയോഗിച്ചാണ് നമ്മൾ സ്ക്വയർ ഫീറ്റ് കണക്കാക്കുന്നത്. സാധാരണ സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് നീളം ഇൻറ്റു വീതി, അതാണ് ഒരു സ്ക്വയർ ഫീറ്റ്. അതായത് 1 അടി നീളം 1 അടി വീതി, അതാണ് ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടേപ്പിൽ കറക്റ്റായിട്ട് ഉണ്ടാവും ഒരു 1 ഫീറ്റ് അല്ലെങ്കിൽ 2 ഫീറ്റ് എന്നുള്ളത്. വീതിയും കൂടി കണക്കാക്കിയാൽ നമുക്കതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് കിട്ടും. നമ്മൾ ഈ ബോക്സ് ഒന്ന് കണക്കാക്കുക. ഈ ഭാഗം 1 ഫീറ്റ്, ഈ ഭാഗം 1 അടിയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇതിന് മൊത്തം 1 ഇൻറ്റു 1 ഒരു സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ കണക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പഴയ ടൈലുകൾ ഉണ്ടാവും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10 വർഷങ്ങൾക്ക് മുൻപുള്ള ടൈലുകളെല്ലാം 2 ഇൻറ്റു 2, 2 അടി നീളവും 2 അടി വീതിയാണ്. 2 ഇൻറ്റു 2 4 സ്ക്വയർ ഫീറ്റ് ആണ് ആ ഒരു ടൈല് വരുന്നത്. 2 ഇൻറ്റു 2 4 സ്ക്വയർ ഫീറ്റ്. അതുപോലെ തന്നെ നമ്മൾ റൂഫിംഗ് ഷീറ്റുകൾ മേടിക്കുമ്പോൾ അത് 10 അടി 15 അടി 20 അടി 16 അടി അങ്ങനെയുള്ള കണക്കുകളൊക്കെ ഉണ്ട്. എങ്കിലും 10 അടി നീളവും 3.5 ഇഞ്ച് വീതിയാണ് അതിനുണ്ടാകുക. 10 അടി നീളമുള്ള 3.5 വീതിയുള്ള ഷീറ്റിന് വരുന്ന സ്ക്വയർ ഫീറ്റ് കണക്കാണ് 35 സ്ക്വയർ ഫീറ്റ്. അത് 12 അടി ഉണ്ടാവും, 20 അടി ഉണ്ടാവും, 16 അടി ഉണ്ടാവും. അപ്പോൾ 16 ആണെങ്കിൽ 16 ഇൻറ്റു 3.5. അതുപോലെ നിങ്ങൾ ഒരു റൂമിന്റെ അളവാണ് കണക്കാക്കണമെങ്കിൽ റൂമിന്റെ നീളം ഇൻറ്റു വീതി 10 അടി നീളവും ഒരു 12 അടി വീതിയാണെങ്കിൽ 10 ഇൻറ്റു 12 120 സ്ക്വയർ ഫീറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പം ഫീറ്റിൽ അളക്കുമ്പം അത് സ്ക്വയർ ഫീറ്റും മീറ്ററിൽ അളക്കുമ്പോൾ അത് സ്ക്വയർ മീറ്റർ ഒന്നായിരിക്കും. അപ്പം അതിനും നീളം ഇൻറ്റു വീതി, ഇത്ര മീറ്റർ നീളം, അതായത് 3 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള നമ്മൾ അളക്കണമെങ്കിൽ 9 സ്ക്വയർ മീറ്റർ ആണ് ഇത് വരിക. അതായത് 9 സ്ക്വയർ മീറ്റർ. അതിന് നമുക്ക് സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 10 ഇൻറ്റു 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത 96.84 സ്ക്വയർ ഫീറ്റ് കണക്ക്. ആ മീറ്ററിലും ഫീറ്റും മീറ്ററും കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അത് ഉപയോഗിച്ച് നമുക്ക് എത്ര മീറ്റർ ആണെന്നുള്ളത് കറക്റ്റായിട്ട് അളക്കാൻ കഴിയും. സെന്റ് അല്ലെങ്കിൽ മീറ്റർ ക്യൂബൊക്കെ നമ്മളൊന്ന് ബ്രീഫായിട്ടൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അതായത് ഒരു സെന്റ് എന്നുള്ളത് 435.6 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കുകയാണെങ്കിൽ അതിൽ എത്ര ഏരിയ നമുക്ക് ലാൻഡ് ഏരിയ പോകും? ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റ് നിങ്ങൾ വീടാണ് വെക്കണമെങ്കിൽ അതിൻ്റെ ഏരിയ എത്ര പോകും? അതിനനുസരിച്ച് നമുക്ക് സ്ഥലം കാൽക്കുലേറ്റ് ചെയ്തിട്ട് മേടിക്കാൻ കഴിയും. മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ അതിൽ 3 കണക്ക് വരും. നീളം ഇൻറ്റു വീതി ഇൻറ്റു ഹൈറ്റ് ആണ് മീറ്റർ ക്യൂബ് എന്നുള്ളത്. അത് ക്യൂബിക് വോളിയം ആണ് അതിന്റെ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റിനൊക്കെയാണ് ഈ മീറ്റർ ക്യൂബ് എന്നുള്ളത് അളക്കുന്നത്. അതായത് നീളം ഇൻറ്റു വീതി ഇൻറ്റു ഹൈറ്റ്, ഇത്ര തിക്നെസ് എന്ന് പറയുമ്പോൾ അതിന്റെ മൊത്തം വോളിയം കിട്ടും. അതാണ് മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. എന്താണ് സ്ക്വയർ ഫീറ്റ്, എന്താണ് സ്ക്വയർ മീറ്റർ, അല്ലെങ്കിൽ എന്താണ് മീറ്റർ ക്യൂബ്, എന്താണ് ഒരു സെന്റിൽ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.